ഹായ് ഫ്രണ്ട്സ്, ഫിഷ് ഗ്രില്ല് ചെയ്യാനായിട്ട് 2 Seabream എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെട്ടിക്കഴുകി ഇതുപോലെ നടുവേ മുറിച്ചെടുത്താണ്. ഏത് ഫിഷ് വേണമെങ്കിലും നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റും. മത്തിയോ മുള്ളന് കിളിയ ചെമ്പല്ലി അങ്ങനെയുള്ള ഏത് ഫിഷ് വേണമെങ്കിലും ഇതുപോലെ ഗ്രില്ല് ചെയ്യാൻ പറ്റും. എണ്ണയൊന്നും ആദ്യം ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ഗ്രില്ല് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇനി ഫിഷിനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് പാഴ്സി ലീഫാണ്. ഇത് മല്ലിയില പോലെ തന്നെ കാണാനുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇടുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതോടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം മസാലയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒലിവ് ഓയിലും നാരങ്ങാനീരും ഉള്ളതുകൊണ്ട് വെള്ളമൊന്നും ഒട്ടും ചേർക്കേണ്ട കാര്യമില്ല. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം മസാല എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇപ്പം ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. ഇപ്പം 2 ഫിഷിലും ഞാൻ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് ഒരു ഗ്രില്ലിംഗ് പാൻ അടുപ്പത്ത് വെക്കാം. ഇപ്പോൾ പാനൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. ഫിഷ് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഫിഷ് ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാനായിട്ട് 2 തക്കാളിയും 2 സവോള എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. തക്കാളി ഇതുപോലെ തന്നെ കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഫിഷിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫിഷ് തുറന്ന് നോക്കാം. ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിരിച്ചിടാം. ഇത് അടച്ചിട്ട് ഈ പാത്രം തിരിക്കാൻ പറ്റുന്നതാണ്. 2 സൈഡും കുക്ക് ചെയ്യാൻ പറ്റുന്ന പാത്രമാണിത്. ഇപ്പം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി സവോള ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം.
തുറന്ന് നോക്കാം. ഇപ്പോൾ ഫിഷൊക്കെ ആയിട്ടുണ്ട്. രണ്ട് സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഫിഷ് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്തേക്കും. ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില തൂളി കൊടുക്കാം. മല്ലിയില ഇടുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് മുകളിൽ കുറച്ച് നാരങ്ങാനീര് ഈ ഫിഷിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കണേ, കൂടുതൽ ടേസ്റ്റാണ്. ഫിഷ് ഗ്രില്ലൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.